ഈ അടുത്താണ് ഡിസിയുടെ ഏറ്റവും പുതിയ സൂപ്പർ ഹീറോ ചിത്രമായ സൂപ്പർമാൻ തിയേറ്ററിലെത്തുന്നത്. ഡിസിയുടെ പതിവ് ഡാർക്ക് മൂഡിൽ നിന്നും വഴിമാറി ജെയിംസ് ഗൺ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് സൂപ്പർമാൻ. ഇതുവരെ പുറത്തിറങ്ങിയ സൂപ്പർമാൻ ചിത്രത്തേക്കാൾ കോമിക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പുതിയ ചിത്രം. സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച പ്രതികരണമാണ് നേടുന്നത്. ഹെൻറി കാവിൽ ആയിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സൂപ്പർമാനായി വേഷമിട്ടിരുന്നത്. എന്നാൽ പുതിയ ചിത്രത്തിലെ സൂപ്പർമാനായത് ഡേവിഡ് കോറസറ്റയാണ്. ഹെൻറി കാവിലിന് ഒത്ത പിൻഗാമി തന്നെയാണ് ഡേവിഡ് എന്ന് എല്ലാവരും സിനിമ കണ്ടവരെല്ലാവരും പറയുന്നത്. ഇതിനിടെ ഇപ്പോഴത്തെ ചിത്രത്തിൽ പ്രധാന താരങ്ങളുടെ പ്രതിഫലന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം നായകന് പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നത് $75,000. ഇന്ത്യൻ രൂപയിൽ മാറ്റുമ്പോൾ അത് 6.4 കോടിയാകും. അത്ര തന്നെയാണ് ചിത്രത്തിൻ്റെ നായകനായ റേച്ചൽ ബ്രോസാസിന് നായികയായ റേച്ചലിനും കിട്ടിയിരിക്കുന്നത്. വില്യം വേഷത്തിലെത്തുന്ന നിക്കോളാസ് ഹൗട്ടിൻ്റെ ലഭിച്ചതാകട്ടെ $2 മില്യൺ ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പൊതുവെ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ പ്രധാന താരങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ കുറവാണ് സൂപ്പർമാനിൻ്റെ താരങ്ങൾക്ക് ലഭിക്കുന്നത്. പകരം സിനിമയിൽ ലാഭത്തിൻ്റെ വിഹിതം നൽകുന്ന രീതിയാണ് ഡിസിയും ജെയിംസ് ഗണ്ണും സ്വീകരിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. $225 മില്യൺ ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് സൂപ്പർമാൻ. ഇത്ര വലിയൊരു സിനിമയുടെ നായകന് ഇത്ര ചെറിയ പ്രതിഫലമായി നൽകിയിരിക്കുന്ന സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. മലയാളം പോലെ ചെറിയ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന മോഹൻലാൽ 8 കോടിയിലധികം പ്രതിഫലം വാങ്ങുന്നതായി റിപ്പോർട്ട്. അതിലും കുറവാണ് സൂപ്പർമാൻ്റെ പ്രതിഫലം എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതേസമയം ഇന്ത്യൻ സിനിമകളെപ്പോലെ നായകന് കൂറ്റൻ പ്രതിഫലം നൽകുന്ന രീതിയല്ല ഹോളിവുഡിൻ്റെത്. മറിച്ച് സിനിമയുടെ മേക്കിങ്ങിലാണ് അവർ കൂടുതൽ പണം നീക്കിവച്ചിരിക്കുന്നത് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയുടെ ക്വാളിറ്റി ഉൾപ്പെടുത്തുകയാണ് അവർ പ്രധാനമായി കണ്ടന്റെന്നും ചിത്രത്തിൻ്റെ ആരാധകർ പറയുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ചിത്രം 1 മില്യൺ കളക്ഷൻ നേടുമെന്നാണ് കരുതപ്പെടുന്നത്.